ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ, ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ കൂടുതൽ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായും എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 6:1-3 വരെയുള്ള വാക്യം. കുട്ടികളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ കർത്താവിൽ നിങ്ങൾ അനുസരിക്കുകയും അതേ ഉചിതമാകുന്നു. നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം എന്നത് പ്രാഥമിക കൽപ്പനയാണ്. അതിനോട് ഒരു വാഗ്ദാനം ചേർന്നിരിക്കുന്നു. അതായത്, അങ്ങനെ ചെയ്താൽ നിനക്ക് നന്മയുണ്ടാകും, ഭൂമിയിൽ നീ ദീർഘായുഷ്മാനായിരിക്കും. രക്ഷാകരമായ കുഞ്ഞുപൈതങ്ങളുടെ ഫലഭാഗങ്ങൾ രാജകുമാരത സംഭവിക്കുമെന്ന് ജെറമിയ പ്രവാചകന്റെ പൂർത്തീകരണം സംഭവിക്കുന്നു. കർത്താവ് മുതൽ സ്വന്തത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നവരെ അവിടെ താമസിക്കുക. ഹെറോദേസ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടർന്നു. അവൻ ശിശുവിനെയും അമ്മയെയും ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെറോദേസിന്റെ മരണം വരെ അവിടെ താമസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകരുടെ കർത്താവ് വരൽ ചെയ്ത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഞാൻ തന്നെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയ ഹെറോദേസ് രോഷാകുലനായി. അവരിൽ മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബെത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആ അയച്ച് വധിച്ചു. ഇങ്ങനെ ജെറമിയ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമായിൽ വലിയ കരച്ചിലും പുറവിടി. റാമിലെ സന്താനങ്ങളെ കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം. എന്നാൽ അവളുടെ സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷപ്രദേശം കൂടെ കർത്താവേ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ
ശിശുത്വത്തിന്റെ മഹത്വം കാണിക്കുവാൻ ശിശുവായി തന്നെ കർത്താവേ ദൈവത്തിന്റെ മനുഷ്യന്റെ മുമ്പിൽ പ്രസാദ തരത്തിലും വിജ്ഞാനത്തിലും വളർന്നു വന്ന കർത്താവേ തന്റെ സൃഷ്ടികളായ മാതാപിതാക്കൾക്ക് സ്നേഹപൂർവ്വം കീഴ്വഴങ്ങി ജീവിച്ച കർത്താവേ നിങ്ങൾ ഈ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലെന്ന് അനുസരിച്ച കർത്താവേ നിർമ്മലമായ ശിശുക്കളെ പാപത്തിൽ വീഴ്ത്തുകയും ദൈവകോപത്തിനിരയാക്കുമെന്ന് അനുസരിച്ച കർത്താവേ നമുക്കെല്ലാവർക്കും നമ്മെ നമ്മുടെ പിതാവിനെ സമർപ്പിക്കാം. അങ്ങയുടെ പാപം അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. തന്റെ പാസുന്നത് നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും വഴികളെ അങ്ങയുടെ ആദ്യമായ എപ്പോഴും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സംസ്കാരത്തെയും ഉദാഹരണത്തെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന തന്റെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുതരമോ പരിശുദ്ധമോ ശിവനായകോ ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരത്തിനാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. Amen.
സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അനുഭവികളുമായ പ്രവീണന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ നീ ഞങ്ങളും ആരാധന സമർപ്പിക്കും. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വിധാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലെ ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേ കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചു ശിശുമാർ നൽകിക്കൊണ്ടരുൾ ചെയ്തു. അപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും സ്തോത്രം വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. അവമോചനത്തിനായി അനേകർക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന പുതിയ കമ്പനിയിൽ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങളെല്ലാം ഒന്നിച്ചു കൊടുക്കും എന്റെ ഓർമ്മയായി ചെയ്യുവിൻ.
ഈ പൈതങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അവയെ ഭാരതത്തിന്റെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കൃപ സ്വീകരിക്കണമേ. ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ശിവനായകമായ സ്തുതിയും ബഹുമാനവും ഹൃദയത്തെയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങനെ വിധം എന്നോട് തോന്നണമേ. സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവനായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗ്ഗത്തിൽ ഇറങ്ങിയതും ലോകത്തെ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ ചോദിച്ച എല്ലാവരും ലഭിക്കും എന്ന വിശ്വാസത്തോടുകൂടി അവർ വിളിച്ചപേക്ഷിക്കാൻ
സുഖസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാതെ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ജലത്തിനുള്ളതാകുന്നു. നമ്മെ ജീവിക്കുന്ന ആവേശിഹാനും പാവനും അവരുടെ കാരണത്താൽ നമ്മെല്ലാവരും പൂർണ്ണമാകട്ടെ. Amen.
കടങ്ങളുടെ മോചനത്തിനായ ഞാൻ അങ്ങേക്ക് പറയുന്നു. സകലത്തിന്റെയും നാഥായിലേക്കും നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും തോറുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധമായി കാലം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായിലേക്കും ജീവൻ നൽകും സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയാണല്ലോ.